ഈ വീഡിയോ റിപ്പീറ്റഡ് സ്ട്രിംഗ് മാച്ച് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലീഡ് കോഡ് പ്രോബ്ലത്തിനെ കുറിച്ചാണ്. അത് നമ്മൾ ഈസി എന്നാണ് വിചാരിച്ചത്, പക്ഷേ അതൊരു മീഡിയം പ്രോബ്ലമാണ് ഇപ്പോൾ ലീഡ് കോഡിൽ. എന്തായാലും അത് നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം നമ്മൾ ഏതുവരെ പോകും കറക്റ്റായിട്ട് എന്നുള്ളത്. റിപ്പീറ്റഡ് സ്ട്രിംഗ് മാച്ച്. ഓക്കെ, ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് സ്വയം ചെയ്യാൻ നോക്കാം. അതിന് വായിച്ചോട്ടെ ഒരു മിനിറ്റ്. Given two strings A and B, return the minimum number of times you should repeat string A so that string B is a substring of it. If it is impossible for B to be a substring of A, after repeating it, return -1. Okay. അത് നമുക്ക് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്കിത് ഒന്ന് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഓൾറെഡി കാണാം ഞാൻ ചാറ്റ്ജിപിടിയുടെ പേജ് തുറന്നു വെച്ചിട്ടുണ്ട് എന്നുള്ളത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇത് എനിക്ക് എന്താണ് ലെങ്ത് വെച്ചിട്ട് എനിക്ക് എന്തോ പറ്റുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ലെങ്ത്തിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. അത് എന്തുകൊണ്ടാണ് ഇത് വരാത്തത്? ലെങ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാലും ഒന്നും ശരിയാവില്ല. അപ്പം ഞാൻ നമ്മുടെ ഒരു മിനിറ്റ്. അപ്പോൾ ഞാൻ നമ്മുടെ ചാറ്റ്ജിപിടി അടുത്ത് തന്നെ ചോദിച്ചു ഇത് എന്താ ഇപ്പം ഉണ്ടായത്, ഇത് എന്തുകൊണ്ട് ഉണ്ടാവണില്ല എന്നുള്ളത്. എന്നിട്ട് മനസ്സിലാക്കി ഇത് എന്താണ് ഒരു മാത്ത് റിലേറ്റഡ് കൂടിയും ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. പിന്നെ നമ്മളിപ്പോൾ ഇത്ര നേരം ഈസിയാണ് ചെയ്യേണ്ടായിരുന്നത്, പക്ഷെ ഇത് ഞാൻ നമ്മുടെ ലീഡ് കോഡിൽ ഇട്ട് നോക്കുമ്പോൾ അത് അവർ തന്നെ അത് മീഡിയം ആക്കി മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇത് റോങ് ആണ്. കാരണം ഇതിപ്പോൾ ആദ്യം ഞാൻ ഇതിനെ കുറിച്ച് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് ബോർഡിൽ പോയിട്ട് ഞാൻ ശരിക്കുള്ള ആൻസർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. ഇവിടെ എന്താ വെച്ചാൽ നമ്മൾ മാക്സ് ഓഫ് ലെങ്ത് ഓഫ് ഞാൻ എന്താ ചെയ്തത് ഞാൻ പറഞ്ഞു. ആദ്യം നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് ഒന്നുകൂടി വായിച്ചു നോക്കാം. ഈ സെക്കൻഡ് വാല്യൂ ആയ ബി എന്റെ എത്രാമത്തെ റിപ്പീറ്റേഷനിലാണ് വരുന്നത് എന്ന് കാണാൻ വന്ന അങ്ങനെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഇവരെന്നെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതാണ് നമ്മുടെ വാല്യൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 0th ടൈമിലേ കാണുള്ളൂ. ഇതാണെങ്കിൽ ഇത് ഫസ്റ്റ് ടൈമിലേ കാണും. *1 *0 *1 *2 എന്നിട്ട് എഴുതുന്നതാണ് ഇത്. ഇപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ് കാണിക്കുന്നത്. അപ്പോൾ ABCD നമുക്കറിയാം സ്ട്രിങ്ങിന് നമ്മൾ *2 *3 എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ എന്താണ് വാല്യൂസിന്റെ റിപ്പീറ്റേഷൻ ആണ് ഉണ്ടാവുക അല്ലെ. അപ്പൊ ഇവിടെ ABCD എന്നുള്ളത് എന്താവും? ABCD എന്നാവും. അങ്ങനെ ആകുമ്പോൾ മാത്രമാണ് ഈ CD എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എന്താണ് ഇടയിലായിട്ട് വരുന്നുള്ളൂ. അപ്പൊ നമുക്ക് 3 വട്ടം ചെയ്യണം. 3 വട്ടം ചെയ്താൽ മാത്രമേ നമുക്ക് വാല്യൂ വരുന്നുണ്ടായിരുന്നുള്ളൂ അല്ലെ. അങ്ങനെയാണ് ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, പക്ഷെ നമുക്ക് ആൻസറിൽ എങ്ങനെ എത്തിയാലും എനിക്കത് എത്തില്ല. കാരണം ഇവിടെ എന്താ വെച്ചാൽ ഇതിൽ കുറേ ഇഷ്യൂസ് ഉണ്ട്, കുറേ കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് കുറേ കണ്ടീഷൻസ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മളൊരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളൊരു ഇന്റർവ്യൂവർ ഉണ്ടാവുകയാണെങ്കിൽ ഇന്റർവ്യൂവറുടെ അടുത്ത് ചോദിക്കേണ്ട കാര്യം കൂടി അതാണ്. നമ്മൾ എല്ലാ കണ്ടീഷൻസും ചെക്ക് ചെയ്യണം. അതിന് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആയാൽ മാത്രമേ നമുക്ക് കണ്ടീഷൻസ് ചോദിക്കാനുള്ള കഴിവുണ്ടാവുള്ളൂ അല്ലെ. ഇവിടെ നമുക്ക് എന്താണ് എയും ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഈ ബീനാണ് എയിനെക്കാട്ടിലും വലിപ്പം എപ്പോഴും അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റുള്ള എക്സാമ്പിൾസ്. പക്ഷെ ഇവിടെ അവരങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല ബി ആണോ എ ആണോ വലിപ്പം കൂടുതൽ വലിപ്പം ചെറുത് എന്നുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചോദിക്കേണ്ട ക്വസ്റ്റ്യൻ അതായിരുന്നു. എന്ത് ബീനാണോ വലിപ്പം കൂടുതൽ എനാണോ വലിപ്പം കൂടുതൽ എല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കുറേ കേസസിൽ എൻ്റെ ആൻസർ ശരിയായിരുന്നു. ഇങ്ങനത്തെ വാല്യൂ അല്ലാണ്ട് ഞാൻ വെറുതെ ലെങ്ത് ഓഫ് ബി എന്ന് മാത്രം ഇടുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഈ മാക്സ് ലെങ്ത്തിന്റെ ആവശ്യമില്ലാതെ തന്നെ കുറേ കാര്യത്തിലേക്ക് എൻ്റെ ആൻസർ ശരിയായിരുന്നു. പക്ഷേ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യന് മാത്രം ശരിയാവില്ല. കാരണം ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്തുണ്ടാവുക വെച്ചാൽ നമുക്ക് കുറേ എഡ്ജ് കേസസ് ഉണ്ട്. അപ്പൊ നമുക്ക് മുന്നിക്കും പിന്നിക്കും മൂവ് ചെയ്യാൻ വേണ്ടി കുറേ എഡ്ജ് കേസസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിനൊരു ജനറിക് ആയിട്ടുള്ള സൊല്യൂഷൻ വേണം. എനും ബീനും ഏത് ലെങ്ത് ആയാലും കുഴപ്പമില്ല. എന്താണ് വാല്യൂസ് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബി എന്ന് പറയുന്നത് എ എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് ബി വരുന്നത് എന്ന് നമ്മൾ കണ്ടുപിടിച്ചേ പറ്റും. ഇത് നമുക്ക് കുറേ കേസസ് ഉണ്ട്. ഇതിൽ ഞാൻ ഇത് ചെയ്തിട്ട് നമുക്ക് എന്താണ് നമ്മുടെ റോങ് ആൻസറിലാണ് എത്തിയത്. ഞാൻ വൈറ്റ് ബോർഡിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഒരു ഞാൻ രണ്ട് തരത്തിലാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ വൈറ്റ് ബോർഡിൽ പോയിട്ട് നമുക്ക് എന്താണ് ശരിക്കുള്ള ആൻസർ എങ്ങനെ വരണം എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അത് കഴിഞ്ഞ് ഞാനൊരു പെനാൾട്ടി ആയിട്ട് ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ നിങ്ങളുടെ ഒപ്പം തന്നെ ഇരുന്നിട്ട് ഞാൻ ഈ കോഡ് മൊത്തം ഒന്നും കൂടി എഴുതി സ്വയം ഇതിന്റെ ഒപ്പം ഇരുന്ന് എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്കത് ഒന്നുകൂടി റൺ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ശരിയാവുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ ഓക്കെ നമുക്കിനി വൈറ്റ് ബോർഡിലോട്ട് പോവാം. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു? നമുക്ക് രണ്ട് ലെങ്ത്സ് ഉണ്ട്. അപ്പോൾ ഇത് AB, ഇതാണ് നമ്മുടെ A എന്ന് പറഞ്ഞതിലേക്ക് B എന്ന് പറഞ്ഞത്
ബി എ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എ ബി എത്ര വട്ടം റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പീറ്റേഷൻ വരുന്ന സമയത്ത് ബി എ അതിൻ്റെ ഉള്ളിലൊരു വാല്യൂ ആയിട്ട് മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് പറയാം എ ബി എന്ന് വരുമ്പോൾ എന്താണ് ഇതിൻ്റെ ഫസ്റ്റ് റിപ്പീറ്റേഷനിൽ തന്നെ നമുക്ക് അതാണ് ബി എ എന്നൊരു വാല്യൂ അവിടെ ഉള്ളത് നമുക്ക് കിട്ടി. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ഔട്ട്പുട്ട് എന്താവും? കാരണം എ ബി ഇൻറ്റു 1 ഈക്വൽ ടു എ ബി ഇൻറ്റു 2 ഈക്വൽ ടു എ ബി. ഓക്കെ അല്ലേ? ഓക്കെ, ഇതെങ്ങനെ നമുക്ക് കിട്ടും? നമുക്ക് ഇവിടെ നമ്മൾ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ നമ്മുടെ ലെങ്ത്തുകളാണ് പ്രശ്നം. നമ്മുടെ എന്റെ ലെങ്ത്ത് ബിന്റെ ലെങ്ത്ത്, എന്തുകൊണ്ട് നമുക്ക് ലെങ്ത്ത് പ്രശ്നം? ഈ ലെങ്ത്ത് അനുസരിച്ച് നമുക്ക് റിപ്പീറ്റേഷൻ പറയാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അതാണ് എൻ്റെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിൽ ഞാൻ ചെയ്തിരുന്നതിൽ ഒരു ചെറിയ പ്രശ്നമാണ്. പക്ഷേ അപ്പോൾ നമ്മളെന്താണ് ആ ലെങ്ത്ത് അല്ല ഇവിടെ കണ്ടതെന്ന് നമുക്ക് മനസ്സിലായി. നമുക്കിവിടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സീലിംഗ് ഒരു ലെങ്ത്ത് വേണം. നമുക്ക് ഒരു പർട്ടിക്കുലർ ലെങ്ത്ത് നമുക്ക് മിനിമം റിപ്പീറ്റേഷൻസ് ആണെന്നുള്ള ഒരു മാത്ത് ഫോർമുല നമുക്ക് ഓൾറെഡി നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ മിനിമം റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫോർമുല എന്താണെന്ന് വെച്ചാൽ ഒരു സീലിംഗ് ആണ്. നമ്മുടെ ലെങ്ത് ഓഫ് ബി ബൈ ലെങ്ത് ഓഫ് എ എത്രയാണ് ഒരു ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ ലെങ്ത് ഓഫ് എ ഇങ്ങനെ എത്ര റിപ്പീറ്റ് ചെയ്ത് വരുമ്പോഴാണ് ലെങ്ത് ഓഫ് ബി അതിൽ വരിക എന്നുള്ളത് നമ്മൾ കാണുന്നതിന് ഒരു സീലിംഗ് ആണ്. അപ്പോൾ ഈ റിപ്പീറ്റേഷന് വേണ്ടിയിട്ട് ഈ ലെങ്ത് ഓഫ് ബിൻ്റെയും എൻ്റെയും കൂടിയിട്ടുള്ള ഒരു സീലിംഗ് കണ്ടുപിടിക്കണം. അത് എന്ന് പറയുന്നത് നമ്മൾ എന്താണെന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ബി പ്ലസ് ലെങ്ത് ഓഫ് എ മൈനസ് 1 ബൈ ലെങ്ത് ഓഫ് എ. ഇതെന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ ഇൻഡിജർ ഡിവിഷൻ ആണ്. ഇൻഡിജർ ഡിവിഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതിനായിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്താണ് പൈത്തണിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള സാധനമാണ് ഇൻഡിജർ ഡിവിഷൻ ഇൻ പൈത്തൺ. ഓക്കെ, ഇതാണ് നമ്മുടെ വാല്യൂ. നമുക്ക് ഈ ലെങ്ത് ഓഫ് ബി ബൈ ലെങ്ത് ഓഫ് എന്നുള്ള സ്പേസിൽ എത്ര റിപ്പീറ്റേഷൻ വരുന്നുള്ള സ്പേസ്, മിനിമം റിപ്പീറ്റേഷൻ്റെ സ്പേസിന് ഒരു സീലിംഗ് കണ്ടുപിടിക്കാനുള്ള വാല്യൂ ഇങ്ങനെയായിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഒരു മാത്ത് ഫോർമുല ഇട്ടാണ് നമ്മുടെ സീലിംഗിൻ്റെ ഫോർമുല കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതാവും നമ്മുടെ മിനിമം റിപ്പീറ്റേഷൻ. ഓഫാണ് ഈ സാധനങ്ങൾ. അത് അപ്പോൾ നമുക്ക് നമ്മുടെ മിനിമം റിപ്പീറ്റേഷൻ എന്താണെന്ന് കിട്ടണം. നമുക്കിനി എന്താ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? സെയിം നമ്മൾ ഇതിന് മുന്നേ ചെയ്യാൻ ഉദ്ദേശം എന്തായിരുന്നു? ഇനി നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ 4i ഇൻ റേഞ്ച് ഓഫ് നമ്മൾ 2 എന്നിടും. എന്തുകൊണ്ട് നമ്മൾ 2 എന്നിടുന്നത്? 2 എന്നിടുന്നത് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്ക് കുറേ എഡ്ജ് കേസസ് നമ്മുടെ ഈ ക്വസ്റ്റ്യനിലുണ്ട്. നമുക്ക് എന്താണ് എൻ്റെയും ബിൻ്റെയും വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകൊണ്ട് നമ്മൾ എന്താണ് ഇതിനെ മിനിമം റിപ്പീറ്റേഷൻ പിന്നെ മിനിമം റിപ്പീറ്റേഷൻ പ്ലസ് 1ഉം മിനിമം റിപ്പീറ്റേഷൻ പ്ലസ് 2ഉം നമുക്ക് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമായിട്ട് വരികയാണ്. അപ്പോഴേ നമുക്ക് എന്താണ് കുറച്ചും കൂടി വലിയൊരു വാല്യൂ ആയിട്ട് മാറുള്ളൂ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എല്ലാ എഡ്ജ് കേസസും കവർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ സീലിംഗിൽ നിന്ന് നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറച്ചും കൂടി രണ്ട് റിപ്പീറ്റേഷൻ വരെ പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് വാല്യൂ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ 4i ഇൻ റേഞ്ച് ഓഫ് 2 എന്നിട്ടിട്ട് നമ്മൾ നമ്മുടെ മെയിൻ കണ്ടീഷൻ എന്താണ് ബി എന്ന് പറയുന്നത് ഉണ്ടോ ഏതിൻ്റെ ഉള്ളിൽ ഇത് പ്ലസ് ഐ ഇൻറ്റു നമ്മുടെ ഈ എ എന്ന് പറഞ്ഞ വാല്യൂ ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ മിനിമം റിപ്പീറ്റേഷൻ പ്ലസ് ഐ ഇതാണ് നമ്മുടെ എത്രയാണ് മിനിമം റിപ്പീറ്റേഷൻ വരുന്നത് അത് പ്ലസ് ഐ ചെയ്യുക ഇൻറ്റു നമ്മുടെ എ. അപ്പോൾ ഈ ബി എന്ന് പറയുന്നത് മിനിമം റിപ്പീറ്റേഷൻ ഓഫ് ഐ ഇൻറ്റു എൻ്റെ ഉള്ളിൽ വരും നോക്കണം. അപ്പോൾ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ ബി എന്ന് വരെ വരണം അല്ലേ? അപ്പോൾ അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എ ബി ഇൻറ്റു അല്ല ഇവിടെ നമുക്ക് ഈ ഒരു വാല്യൂ നമ്മൾ ഇതായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മിനിമം റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് എന്താവും? 2 + 2 - 1/2 അല്ലേ? അപ്പോൾ 4 - 1/2 1 അല്ലേ? 4 - 1 3 3/2 എന്ന് പറയുന്നത് 1.5 സീലിംഗ് വരുമ്പോൾ നമ്മൾ എന്താണ് 1 വരും അല്ലേ? ഇനി എന്താണ് ഫ്ലോറും സീലിംഗ് വരില്ല. അപ്പോൾ നമ്മൾ 2 ആയി മാറും. ഓക്കെ, സോറി 2 ആയി മാറും. പിന്നെ അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് എന്താ വെച്ചാൽ മിനിമം റിപ്പീറ്റേഷൻ പ്ലസ് ഐ ഇൻറ്റു എ എന്നാണ് കൊടുക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ
ഇവിടെ നമ്മുടെ മിനിമം റിപ്പീറ്റേഷൻ പ്ലസ് ഐ വരും. അപ്പോൾ ബി ഇൻ 2 പ്ലസ് 0 ഇൻറ്റു എ 4. ആദ്യം അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? 2 ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ് വരിക? എ ബി എന്ന് വരിക. എന്നിട്ട് നമ്മൾ എന്ത് റിട്ടേൺ ചെയ്യണം? അപ്പോൾ മിനിമം റിപ്പീറ്റേഷൻസ് ഇൻറ്റു പ്ലസ് ഐ നമ്മൾ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ. ഇത് റിട്ടേൺ ചെയ്യാൻ നമുക്ക് എന്നിട്ട് 2 പ്ലസ് 0 ഈക്വൽ ടു 2 ഉണ്ട്. പിന്നെ നമ്മുടെ ഔട്ട്പുട്ട് ശരിയാവും, ഇതും വാല്യൂ ശരിയാവും. ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ സീലിംഗ് കണ്ടുപിടിക്കണം. നമ്മൾ ആദ്യം സീലിംഗ് എന്ന് പറയുന്നത് എന്താണ്? ടോപ്പ് ഏറ്റവും അറ്റം വരെ പോകണം. എത്ര വരെ നമുക്ക് മാക്സിമം വരെ നമുക്ക് ആ വാല്യൂ വരെ പോകാമെന്ന് നമ്മൾ കണ്ടുപിടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ സീലിംഗ് വെച്ചിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ നമുക്ക് എഡ്ജ് കേസസ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യന് ഭയങ്കര കൂടുതലായതുകൊണ്ട് നമ്മൾ 0, 1, 2 വരെ പോകേണ്ട വരെ ആവശ്യം വരാം. അതിൻ്റെ മുന്നേ തന്നെ നമുക്ക് നമ്മുടെ വാല്യൂ കിട്ടുകയാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യും. അതുകൊണ്ട് അത് ഫുള്ളായിട്ട് എത്തും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വേസ്റ്റ് കേസാണ്. 0, 1, 2 വരെ നമുക്ക് വേസ്റ്റ് കേസ് വരെ പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, നമുക്കിനി ഇത് എന്താ കോഡിൽ ഒന്ന് എഴുതി നോക്കാം, ശരിയാവുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് കോഡിൽ സെയിം സാധനം എഴുതി വെക്കാം. നമുക്ക് ഇത് ശരിയാവുമോ നോക്കണ്ടേ? ഓക്കെ, അപ്പോൾ നമ്മുടെ റിട്ടേൺ -1 ഇരിക്കട്ടെ. നമുക്ക് എന്താണ് നമ്മുടെ മിനിമം റിപ്പീറ്റേഷൻസ് എന്നാണ് തോന്നുന്നു അല്ലേ? നോക്കി നോക്കാം എന്തായാലും. ലെങ്ത് ഓഫ് എ പ്ലസ് ലെങ്ത് ഓഫ് ബി -1. ഇതാണ് നമ്മുടെ ഫുൾ ലെങ്ത്ന്ന് ഇൻറ്റിജർ ഡിവിഷൻ ഓഫ് ലെങ്ത് ഓഫ് എ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് സീലിംഗ് കിട്ടുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് 2 എന്ന് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്താണ് ഇഫ് നമ്മുടെ ബി എന്ന് പറയുന്നത് എ ഇൻറ്റു മിനിമം റിപ്പീറ്റേഷൻസ്, ഈ വാല്യൂ തന്നെയാണ്. ഇത് പെട്ടെന്ന് അങ്ങനെ കിട്ടാത്തതുകൊണ്ട് നമുക്ക് വാല്യൂ ഡയറക്റ്റ് ചെയ്യാം. മിനിമം റിപ്പീറ്റേഷൻസ് പ്ലസ് ആയി നമുക്ക് എന്താണ് 0, 1, 2 എന്നിട്ട് ഓരോന്നിട്ട് എടുക്കാൻ വേണ്ടത് റിട്ടേൺ മിനിമം പ്ലസ് ഐ. ഓക്കെ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കേസിന് കുഴപ്പമില്ല. നമുക്കൊന്ന് ഈ സബ്മിറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആക്സെപ്റ്റഡ് ആണ്. നമുക്ക് 71 millisecond വരെ കിട്ടിയെന്നാണ് പറയുന്നത്. നമുക്ക് ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ എന്താ ഒപ്റ്റിമൽ കേസിൽ എന്താണ് ഇതിൽ മാറ്റം നോക്കി നോക്കാം. എന്തത്? ഇഫ് നോട്ട് സെറ്റ് ബി ഡോട്ട് ഈസ് സബ്സെറ്റ് സെറ്റ് ഓഫ് എ റിട്ടേൺ -1 മിനിമം റിപ്പീറ്റ്സ് ഈക്വൽ ടു മൈനസ് ലെങ്ത് ഓഫ് ബി ബൈ ലെങ്ത് ഓഫ് എ റിപ്പീറ്റഡ് ഈക്വൽ ടു എ മിനിമം റിപ്പീറ്റ്സ് ഇഫ് ബി ഇൻ റിപ്പീറ്റഡ് റിട്ടേൺ മിനിമം റിപ്പീറ്റ്സ് റിപ്പീറ്റഡ് പ്ലസ് ഈക്വൽ ടു എ ബി ഇൻ റിപ്പീറ്റഡ് റിട്ടേൺ ബി ഇൻ എ റിട്ടേൺ 1. Okay, if not set of b dot is subset. Set of b is a subset of set of a, then return -1. Minimum is equal to minus length of b by length of a, period equal to a into minimum repeats. If b in repeated, return minimum repeats. B in repeated plus equal to a. If b in repeated, return minimum repeats +1. Return -1. Interesting. നമ്മളെന്താണ് ഇവിടെ നമുക്ക് എന്താ വെച്ചാൽ 2 വാല്യൂ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എയിൻ്റും മിനിമം റിപ്പീറ്റ്സ് പ്ലസ് ഐ എന്നുള്ളത് ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് എടുത്ത് നോക്കണം എന്ന് വിചാരിച്ചു. ഫസ്റ്റ് കേസ് വരെ എത്തുന്നൊക്കെ നമ്മൾ വിചാരിച്ച്
ഇവിടെ നമുക്ക് അതിൻ്റെ ആവശ്യം വരുന്നില്ല. ബി റിപ്പീറ്റഡിൽ ഉണ്ട് എന്ന് നോക്കേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ബി റിപ്പീറ്റഡിൽ ഉണ്ട് നോക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ട് റിപ്പീറ്റഡ് പ്ലസ് ഈക്വൽ ടു എ നമ്മൾ ഒരു വട്ടം കൂടി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ ഇല്ലെങ്കിൽ നമ്മൾ മിനിമം റിപ്പീറ്റ്സ് പ്ലസ് സെയിം ആണ്. ശരിക്കും കൺസെപ്റ്റ് ഭയങ്കര സിമിലർ ആണ്. കൺസെപ്റ്റ് സിമിലർ അല്ല, ഇത് ശരിക്കും സെയിം ആണ്, വാല്യൂ സെയിം ആണ്. പക്ഷെ ഇതെന്താ വെച്ചാൽ നമ്മൾ ഫോർ ലൂപ്പ് നമ്മൾ രണ്ട് വട്ടം നമ്മൾ മൂവ് ചെയ്യണേക്കാട്ടിലും ഇത് ഫോർ ലൂപ്പിന് പകരം ഓരോരോ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കണമെന്ന് മാത്രം. റിട്ടേൺ വെച്ചിട്ട് രണ്ട് വട്ടം ഇട്ട് കൊടുക്കുന്നതിന് പകരം ഇപ്പൊ നോക്കി ഇവിടെ ആദ്യം നമ്മൾ റിപ്പീറ്റ് എ ഇൻറ്റു മിനിമം റിപ്പീറ്റ്സും ചെയ്ത് എന്നിട്ട് നമ്മൾ റിപ്പീറ്റഡ് ആണോ നോക്കി, അല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമ്മൾ ആ വാല്യൂ ഇട്ട് കൊടുത്തു, എന്നിട്ട് നമ്മൾ ഒന്നും കൂടി റിപ്പീറ്റഡിൽ ഉണ്ടോ നോക്കി, അപ്പോൾ നമ്മൾ മിനിമം റിപ്പീറ്റ്സ് പ്ലസ് 1 ചെയ്തു. സെയിം ആണ്. ഇസ് സബ്സെറ്റ് വെച്ചിട്ട് നമ്മളൊരു എക്സ്ട്രാ വരുന്നുണ്ടെന്ന് മാത്രം. ചെറിയൊരു വ്യത്യാസം വരുന്നുള്ളൂ. ഇത് അധികം ഇപ്പോൾ ഇത് 71 മില്ലി സെക്കൻഡ് ആണെങ്കിൽ അല്ല 0 മില്ലി സെക്കൻഡ് വരെ പോകുന്നുണ്ട്. ഫോർ ലൂപ്പ് വെക്കാതെ നമുക്ക് ഈ വാല്യൂ വരെ എത്താം എന്നാണ് പറയുന്നത്. ഓക്കെ, set of b dot is a subset of set of a, return -1 minimum repeats equal to minus length of b by length of a അല്ലേ? ഇവിടെ നമുക്ക് സെയിം ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഈ സബ്സെറ്റ് ഉപയോഗിച്ചാണ് നമുക്ക് തൊട്ട് മുന്നത്തും കൂടെ നോക്കാം. എല്ലാത്തിനും സെയിം തന്നെയാണ്. ഈ സബ്സെറ്റ് ഉപയോഗിക്കണു, സീലിംഗ് കണ്ടുപിടിക്കണു, എന്നിട്ട് നമ്മൾ വാല്യൂ ഉണ്ടോ നോക്കണു, വാല്യൂ ഉണ്ടോ നോക്കണു, വാല്യൂ ഉണ്ടോ നോക്കണു. സെയിം ആണ് ശരിക്കും. ഒരു ഫോർ ലൂപ്പിന് നമ്മളിപ്പോൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ട് നമ്മൾ അതിനെ ചെയ്യിച്ചു എന്ന് മാത്രം. ഫോർ ലൂപ്പ് വെച്ചില്ലെങ്കിൽ നമ്മൾ ഓരോ വാല്യൂ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്ന് മാത്രം. അത്രേ ഉള്ളൂ. ഇപ്പം അങ്ങനെ വലിയ കാര്യ ഇതൊന്നുമില്ല. നമുക്ക് എന്താണ് കോഡിങ്ങിൽ ഇതൊരു വലിയ മാറ്റമൊന്നും കാണില്ല. ഇത് സെയിം ആയിട്ടുള്ള കോഡിംഗ് ആണ്. ആകെ ഫോർ ലൂപ്പ് റൺ ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. വേസ്റ്റ് കേസ് കണ്ടുപിടിക്കണതിൻ്റെ സത്യം പറഞ്ഞാൽ അതെന്താണോ ഇതിൽ ചിലപ്പോൾ ലീഡ് കോഡിൽ ഫുള്ളി ഡയറക്റ്റ് വേസ്റ്റ് കേസ് കണ്ടുപിടിക്കുന്നത് അത്ര ശരിയല്ല. നമ്മൾ എൻ ഇല്ലാന്ന് ഫോർ ഐ ഇൻ റേഞ്ച് ഓഫ് എന്നിന്റെ എൻ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ അവർ എന്താണ് അവരുടെ വേസ്റ്റ് കേസ് അവർ മാറ്റുന്നു തോന്നുന്നുണ്ട്. നമ്മളിങ്ങനെ കുറേ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബെസ്റ്റ് കേസ് ആക്കി മാറ്റി തോന്നുന്നുണ്ട്. ഇത് ലിറ്ററലി ആൻസർ എടുത്ത് എഴുതണ പോലെ ഉണ്ട്, ഓരോന്നോരോന്നോരോന്നോരോന്നായിട്ട്. ഇത് സെയിം ആണ് ശരിക്കും. നമ്മുടെ ഈ കൺസെപ്റ്റിനോട് ഭയങ്കര സെയിം ആണ്. അതുകൊണ്ട് പിന്നെ നമ്മളങ്ങനെ അത് ഇപ്പോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എന്തായാലും നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു സീലിംഗ് മെത്തേഡ് വെച്ചിട്ട് തന്നെ നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇത് മാത്ത് ഡോട്ട് സീൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ മാത്ത് ഉപയോഗിച്ചിട്ടില്ല എന്ന് മാത്രം. കുഴപ്പമില്ല. ഓക്കെ, സോ ഇത് തന്നെയാണ് നമ്മുടെ കോഡിങ്ങിൽ ഏറ്റവും എന്താണ് ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഈ ചെറിയ ചെറിയ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറേണ്ടത് തന്നെ ഉള്ളൂ. പക്ഷേ 71 മില്ലി സെക്കൻഡ് ആണെങ്കിൽ 0 മില്ലി സെക്കൻഡ് ആണ്. അപ്പോൾ അതിൽ വെച്ച് നമുക്കറിയാം, ഓൾറെഡി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ ഒരു റിട്ടേണും രണ്ടാമത് വേറെ റിട്ടേണും കൂടിയിട്ട് അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതെന്തായാലും സെയിം ആണ്, നമ്മുടെ കൺസെപ്റ്റിനോട് സെയിം ആണ്. ഓക്കെ ഓക്കെ നമുക്ക് എന്താണ് ഒരു കാര്യം കൂടി എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോഡ് റീഡബിലിറ്റിയും കോഡ് നമ്മൾ മറ്റേ എന്താ നമ്മുടെ ഇന്റർവ്യൂവറിന് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതും കൂടി ഒരു മെയിൻ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. അതും കൂടി മനസ്സിലാക്കുക. നമ്മൾ എന്താണ് വെറുതെ നമ്മൾ അതിൽ വേറൊന്നിൽ എഴുതി വെച്ചെന്ന് വെച്ചിട്ട് അത് അങ്ങനെ എടുത്ത് പറയണില്ല. അപ്പോൾ കോഡ് റീഡബിലിറ്റി ഭയങ്കരമായിട്ട് കുറവാകും. കാരണം നമ്മളെ എപ്പോഴും നമ്മളൊരു പൊസിഷനിലോട്ട് നമ്മളൊരു ഗൂഗിൾ പോലത്തെ ഒരു കമ്പനി, ഗൂഗിളോ എന്താ ഇപ്പോൾ വേറെ ഏതെങ്കിലും കമ്പനി, ഇപ്പോൾ ആമസോണോ ഏതെങ്കിലും ഒരു കമ്പനി നമ്മളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ പ്രൊഡക്ഷൻ റെഡി കോഡായിട്ടാണ് നമ്മൾ എഴുതാൻ വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ എന്താണ് ഒരു കമൻസ് ഒക്കെ എഴുതണം. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ കമൻസിൽ ഇത് എന്താണെന്ന് എഴുതിക്കണം. സീൽ ഓഫ് ലെങ്ത് ഓഫ് എ ബൈ ലെങ്ത് ഓഫ് ബി എന്നിട്ട് എഴുതിക്കണമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇങ്ങനെ എഴുതി വെക്കണം. ശരിക്കും നമ്മൾ എന്താണ് കമൻസും കൂടി കൂട്ടിയിട്ട് നമ്മൾ എഴുതി വെക്കണം എപ്പോഴും. എന്നാൽ മാത്രമാണ് ഇതൊരു പ്രൊഡക്ഷൻ റെഡി കോഡും കൂടി ആവുള്ളൂ. എന്നാൽ മാത്രം പ്രൊഡക്ഷൻ റെഡി കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഡെവലപ്പർ പിന്നെ വന്ന് നോക്കുന്ന സമയത്ത് അവർക്ക് അത് ഈസി ആയിട്ട് കണ്ടുപിടിച്ച് മനസ്സിലാക്കാൻ കഴിയണം. അതിനും കൂടി വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഈ റേഞ്ച് ഓഫ് 2ന് വേണ്ടിയിട്ട് നമുക്ക് എഴുതാം ചെക്കിംഗ് ഫോർ മാക്സിമം ഓഫ് മിനിമം repetitions plus 2 of the string, right? അപ്പോൾ ഇങ്ങനത്തെ ഈ വാല്യൂസ് മൊത്തം നമുക്ക് ഇങ്ങനെ എഴുതിക്കാം. നമുക്ക് എന്താണ് ഇതിലുള്ള എന്താ കമൻസും കൂടി എഴുതിക്കാം. അപ്പോൾ കോഡ് റീഡബിലിറ്റിയും കുറച്ചുകൂടിയും ഇൻക്രീസ് ആവും. ഓക്കെ ഓക്കെ അപ്പോൾ ഇന്നത്തേക്ക് ഇത്ര തന്നെ ഉള്ളൂ. ഇന്നത്തേക്ക് നമ്മൾ എന്താണ് ഇത് മൊത്തം നമ്മൾ എന്താ പറ്റുന്നത്ര പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.